യേശുക്രിസ്തു നിസ്തുലമുള്ള നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഈ ദൈവവചന ശുശ്രൂഷയുമായി വീണ്ടും നിങ്ങളുടെ അടുത്തിലേക്ക് വരുന്നതിൽ എനിക്ക് അധികമായ സന്തോഷമുണ്ട്. തുടർമാനമായി കുടുംബം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സ്വപ്നം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം പഠിച്ച് വരികയായിരുന്നു. ഞാൻ കഴിഞ്ഞ സെഷനിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, കുടുംബത്തിൻ്റെ അനുഭവത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർമാനമായി നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, പരിപാലനത്തിൻ്റെ പ്രകടനമാണ് സ്നേഹം എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്നേഹം നാം മറ്റുള്ളവരോട് പ്രകടമാക്കുന്നത് നാം അവരുടെ മുന്നിൽ, അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് പ്രകടിപ്പിക്കുവാൻ ഇടയായിത്തീരും. ഭർത്താവിനോട് ആണ് കൂടുതൽ നിർദ്ദേശങ്ങൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഭർത്താവിന് കൊടുത്ത നിർദ്ദേശങ്ങളെ സ്നേഹത്തോടും താഴ്മയോടും കൂടെ അത് സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. എങ്ങനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്ന് വിശുദ്ധ വേദത്തിൽ വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് തന്റെ സഭയാവുന്ന ശരീരത്തെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഇനി എങ്ങനെ വായിക്കുന്നു? എങ്ങനെയാണ് യേശുക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചത്? മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുന്നു. യേശുക്രിസ്തു സഭയ്ക്ക് തൻ്റെ അധികാരം പങ്കുവെച്ച് സഭയെ സ്നേഹിച്ചു എന്നാണ് വായിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ചിട്ട് എല്ലാവരും ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ആജ്ഞാപിക്കുവാൻ തക്കോണം എല്ലാവരോടും നിങ്ങൾ പറയുകയും ചെയ്യണം. യേശു തൻ്റെ അധികാരവും സഭയ്ക്ക് കൊടുത്തു. അത് കൊടുക്കുവാൻ കാരണം യേശു തൻ്റെ സഭയെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളത് കൊണ്ടതാണ്. അതുകൊണ്ട് ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ഉള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അവർക്ക് കൊടുക്കുവാനായിട്ടും ഇടയായിത്തീരണം. അങ്ങനെ ഭർത്താവ് ഭാര്യയ്ക്ക് കാര്യങ്ങൾ ഒന്നിച്ച് പങ്കുവയ്ക്കണം. ഒന്ന്, ശുശ്രൂഷകൾ ഭാര്യയ്ക്ക് പങ്കുവയ്ക്കണം. കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ, പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, മറ്റുള്ള ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്ന നിലകളിൽ ഒക്കെയും ശുശ്രൂഷകളിൽ ഭർത്താവ് ഭാര്യയെ സഹായിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. രണ്ടാമതായി, യേശു ഒരു ഗുരുവും അതോടൊപ്പം തന്നെ ഒരു ദാസനുമായിരുന്നു. യേശു ഗുരു എന്ന നിലയിൽ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെതായി അടുത്ത് ആയിരിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ശുശ്രൂഷ, സഭയാവുന്ന ശരീരത്തെ യേശു പല നിലകളിൽ ശുശ്രൂഷിച്ചു. അതായത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അദ്ദേഹം എല്ലാ ഇടങ്ങളിലും അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിതാവുമായ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന് സമയം ഭർത്താവെ കൊടുക്കണം. നമ്മുടെ കുടുംബത്തിന് നാം സമയം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ മുഖം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അന്വേഷിക്കുക എന്നുള്ളതാണ്. എല്ലാ നിലകളിലും നാം കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി അതിനായിട്ട് സമയം കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന വിജയത്തെക്കുറിച്ചും ഓരോ ദിവസം ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും ഓരോ ദിവസം ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഓരോ വിജയത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ദൈവമായ സമയം ചെലവഴിച്ച് ശുശ്രൂഷയ്ക്കായി സഭയെ പരിപാലിക്കുവാൻ ഒരുങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾ ഭാര്യയുമായി നിങ്ങളുടെ സമയം ചെലവഴിച്ച്, കുടുംബമായ സമയം ചെലവഴിച്ച് അവരുമായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശുശ്രൂഷകൾക്കായി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മൂന്നാമതായി, യേശുക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? യേശു സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്താണ് യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചത്. യേശു ദാനങ്ങളെ കൊടുക്കുവാനായിട്ടുള്ള കാരണം തൻ്റെ മണവാട്ടി എന്ന സഭ എല്ലാ നിലകളിലും വളരെ
സന്തോഷമുള്ളതും സന്തുഷ്ടവും സൗന്ദര്യമുള്ളതായി കാണണം എന്നാണ് യേശുക്രിസ്തു ആഗ്രഹിച്ചത്. നമ്മൾ അതിനെ ഇങ്ങനെ വായിക്കുന്നു. പല ദാനങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പല വിധത്തിലുള്ളതായിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് നിർവചനത്തിൽ വായിക്കുന്നു. 3 വിധത്തിലുള്ളതായിരിക്കുന്ന ദാനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. ഒന്നാമതായിട്ട് ശുശ്രൂഷക ദാനങ്ങൾ, രണ്ടാമതായിട്ട് ഉത്സാഹിപ്പിക്കപ്പെടുന്ന ദാനങ്ങൾ, മൂന്നാമതായിട്ട് ആത്മീയമായിട്ടുള്ള വരങ്ങളുടെ ദാനങ്ങൾ. ഒന്നാമത്തുള്ള ദാനം ശുശ്രൂഷയുടെ ദാനങ്ങൾ. എഫീസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 18 വാക്ക് ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തു താഴേക്ക് പോയി ഉയരങ്ങളിലേക്ക് കയറി ദാനങ്ങളെ കൊടുത്തു എന്ന് വായിക്കുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു: ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഉപദേശകന്മാരായും, ചില ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. അത് സേവകായിയുടെ ശുശ്രൂഷയുടെ ദാനങ്ങളാണ്, സഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നുള്ളതാണ്. അത് കൊടുത്തതിന് ഉദ്ദേശം സഭ, ശരീരമാകുന്ന സഭ ആത്മീയമായി വളർന്നു വന്നിട്ടും വിശുദ്ധന്മാർ ദൈവിക വേലയ്ക്കായി ഒരുക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവം ശുശ്രൂഷ എന്ന നിലയിൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനങ്ങളാണ്. രണ്ടാമതായിട്ടുള്ള ദാനങ്ങൾ മോട്ടിവേഷണൽ, ഫൗണ്ടേഷനായിട്ടുള്ള, എൻകറേജ്മെൻറ്റ്, അടിസ്ഥാനപരമായിട്ടുള്ള ദാനങ്ങളാണ്. അത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, 8 മുതൽ 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അത് വ്യത്യസ്തമായ നിലയിലുണ്ട്. അത് പ്രവചനമുണ്ട്, ഉപദേശമുണ്ട്, ദയയുണ്ട്, വഴി കാണിക്കുന്നതുണ്ട്, കരുണയുണ്ട്, കൊടുക്കുന്നതുണ്ട്. ഇങ്ങനെ ഈ പല നിലയിലുള്ളതായിരിക്കുന്ന ദാനങ്ങൾ ഫൗണ്ടേഷൻ ദാനങ്ങളായി ദൈവം സഭയ്ക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത്തായിരിക്കുന്ന ദാനങ്ങളായിട്ടുള്ള 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യം താഴോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ദാനങ്ങളെ വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അത് ബുദ്ധിയുടേതായിരിക്കുന്ന വരം, ജ്ഞാനത്തിൻ്റെതായ വരം, വിശ്വാസത്തിൻ്റെ വരം, സൗഖ്യമാക്കുവാനുള്ള വരം, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം, വിവിധ ഭാഷകളുടെ വരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഭാഷകളുടെ ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാന വരം, ഇങ്ങനെയുള്ള പല വരങ്ങൾ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റ്സ് എല്ലാം, ഈ വരങ്ങളെല്ലാം യേശുക്രിസ്തു സഭയ്ക്ക് കൊടുത്തത് സഭയെ എല്ലാ നിലകളിലും പുഷ്ടിയുള്ളവരായി, അനുഗ്രഹമുള്ളവരായി, സൗന്ദര്യമുള്ളവരാക്കി തീർക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ദാനങ്ങളെ സഭയ്ക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ സഭ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവും തൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് അർത്ഥം. അവരെ ഉത്സാഹിപ്പിക്കണം. അവരുടെ കഴിവുകളെ ദൈവത്തിൻ്റെ ദാസൻ ഭർത്താക്കന്മാർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അവർ നിങ്ങളുടെ ഭാര്യയോട് പറയണം: നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പ്രസംഗം നല്ലതാണ്, ഇനിയും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കും, നിങ്ങളുടെ കൗൺസിലിംഗ് വളരെ നല്ലതാണ്, നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഇനിയും ചെയ്യുവാനായിട്ട് സാധിക്കും. സഹകരിപ്പിച്ച് ശുശ്രൂഷയിൽ അവരെ വളർത്തി പുരോഗമിച്ച് യേശുക്രിസ്തു സഭയെ മനോഹരമാക്കി തീർത്തതുപോലെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ മനോഹരമായ അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് യേശുക്രിസ്തു ദാനങ്ങളെ കൊടുത്ത് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ ഭാര്യയെയും നാം സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഭാര്യമാരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ മുന്നോട്ട് പോകട്ടെ. ഭാര്യമാർ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എഫീസ്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭാര്യ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നു എന്നതുപോലെ ഭാര്യ സകലത്തിലും കർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് വായിക്കുന്നു. വീഴ്ചയ്ക്ക് ശേഷം, മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം മനുഷ്യൻ്റെ ചിന്ത എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് മനുഷ്യൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെതായിരിക്കുന്ന താല്പര്യം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലും ദൈവവചനത്തിലും അങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് കീഴ്പ്പെടുത്തി അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെതായിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം. ദൈവം ഒരിക്കലും ഒരു കാര്യവും നിർബന്ധത്താൽ ചെയ്യുകയില്ല. ദൈവം നിർദ്ദേശങ്ങളെ തരുന്നു, അത് ചെയ്യുവാനായിട്ടുള്ളതായിരിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾ തരുന്നു. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടേതായിരിക്കുന്ന തീരുമാനമാണ്. ദൈവം ഒരിക്കലും ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല.
നമുക്ക് തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ഭാര്യമാർ അവർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവാൻ ഇടയായി തീരണം. അതിൻ്റെ ഒന്നാമതായ വേറൊരു കാര്യം, ഭാര്യ കൂട്ടവകാശിയാണ്. നമുക്ക് വേണ്ടി ദൈവത്തെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടവകാശി. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് ഭാര്യയോടുകൂടെ വസിച്ച് അവർ ജീവന്റെ അവകാശികളെന്ന് മനസ്സിലാക്കി കൂടുതൽ അവർക്ക് മാനം കൊടുപ്പീൻ. അപ്പോൾ ഭാര്യയോട് കൂടെ നാം ഒന്നിച്ച് സഹരിക്കുകയും നമ്മുടെ കൂട്ടവകാശികളാണ്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ഒന്നിച്ച് നടന്നു. ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോൾ ആദവും ഹവ്വയും ഒന്നിച്ച് നടന്നു. അവർ ദൈവത്തോട് കൂടെ നടന്നു. അവർ ഒന്നിച്ച് നടന്നു. തോട്ടത്തെ സൂക്ഷിക്കുവാനും തോട്ടത്തിലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം അവരെ ഒന്നിച്ച് ആക്കി. അതുപോലെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. ലോകത്തിലേക്കും ഏറ്റവും വലിയ ശക്തയായിട്ടുള്ള ഉടമ്പടി എന്ന് പറയപ്പെടുന്ന ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായിരിക്കുന്ന ഉടമ്പടിയാണ്. അതിനെ തകർക്കുവാൻ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു മത്തായി സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ 2 പേരെ ഐക്യമാക്കപ്പെട്ട് ഒരു വിഷയത്തിലുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ട് അതിൻ്റെ മറുപടി തരുവാൻ ഇടയായിത്തീരുന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാൻ ശക്തനാണ്. ഏത് വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോകുക, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പോവുക. ഏത് വിഷയത്തിന് തീരുമാനിക്കുക, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തീരുമാനിക്കുക. ദൈവം അതിൻ്റെ മേൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. അപ്പോൾ ഭാര്യ എല്ലാ നിലകളിലും കൂട്ടവകാശികൾ എന്ന് മനസ്സിലാക്കി അവരെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. രണ്ടാമതായി, ഭാര്യ പ്രതികരിക്കുന്നയാളാണ്. ഷീ ഈസ് എ റെസ്പോണ്ടന്റ്. അവൾ പ്രതികരിക്കുന്നതാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഭർത്താവ് എങ്ങനെ ഭാര്യയോട് പെരുമാറുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാര്യ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് നിലയിലാണ് നമ്മുടെ ഭാര്യയോട് നാം ഇടപെടുന്നതോ സംസാരിക്കുന്നതോ ആ നിലയിൽ മാത്രമേ ഭാര്യയ്ക്ക് നമ്മളോട് പ്രതികരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭാര്യ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാതെയോ തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ അവർക്ക് വേണ്ടി ഉപദേശിക്കുകയും ചെയ്യണം. കാരണം നിങ്ങളുടേതായിരിക്കുന്ന യുദ്ധം ജഡരക്തങ്ങളോടല്ല, മാംസങ്ങളോടല്ല, സ്വർഗത്തിലെ സകല ദുഷ്ടത്തിൻ്റെതായിരിക്കുന്ന ശക്തിയോടുമാണ്. അപ്പോൾ നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെതായിരിക്കുന്ന മുഖം അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് ഇടയായി തീരണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവീയ അനുഗ്രഹം തുടർമാനമായി നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ തന്നെ ഭാര്യ ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം, എല്ലാ നിലയിലും ധൈര്യപ്പെടുത്തണം. ഏത് മനുഷ്യനും ഇന്നത്തെ ലോകത്തിൽ ഏത് സാഹചര്യത്തിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം അന്യോന്യമുള്ള ധൈര്യപ്പെടുത്തലാണ്. ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിലുള്ളതായ തടസ്സത്തിന് കാരണം മനുഷ്യൻ അന്യോന്യം ധൈര്യപ്പെടുന്നില്ല. ഹൃദയംഗമായി മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഭാര്യയോ ഭർത്താവായിരിക്കാം. നിങ്ങൾക്ക് ധൈര്യപ്പെടേണ്ട അനേക അവസരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കതിനെ ആരും നിങ്ങൾക്ക് അവസരം തരുന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ഇടയായിത്തീരും. ശുശ്രൂഷകളിൽ നിങ്ങളോട് കൂടെ ചേർന്ന് ശുശ്രൂഷിക്കുന്ന ആളുകളെ ധൈര്യപ്പെടുത്തുവാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്ന ആളിനെ നിങ്ങളുടെ അതേ നിലകളിൽ വളർത്തിയെടുത്ത് അവർക്ക് ധൈര്യവും ഉത്സാഹവും പ്രാപ്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളുടേതായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ശുശ്രൂഷകന്മാർ മനസ്സിലാക്കട്ടെ. ധൈര്യം ഇന്ന് ഏത് മനുഷ്യനും ആവശ്യമാണ്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ധൈര്യത്തോടുകൂടെ ദൈവവചനം പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അവർ വളരെയധികം ഉത്സാഹത്തോട് ദൈവവചനം പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കുടുംബജീവിതത്തിൽ അന്യോന്യം ധൈര്യപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ നാം ധൈര്യപ്പെടുത്തണം. അവർ സ്കൂളിൽ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് വാങ്ങി വരുമ്പോൾ മാതാവും പിതാവും അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരെ ധൈര്യപ്പെടുത്താനിടയായി തീരും. നിങ്ങളുടേതായ ഒരു വാക്ക് ഗോഡ് ബ്ലസ് യു, നിങ്ങളുടേതായ ഒരു വാക്ക്
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഒരു വാക്ക് ദൈവം നിങ്ങളെ അധികമായി ഉത്സാഹിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നൊരു ഒറ്റ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം പകർന്നു കൊടുക്കുവാൻ ഇടയായിത്തീരും. അന്യോന്യം നിങ്ങൾ ധൈര്യപ്പെടുത്തുവാൻ ഉള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടേതായിരിക്കും ജീവിതത്തിൽ പല പ്രാവശ്യവും എൻ്റെ വൈഫ് പല സാഹചര്യങ്ങളും എന്നെ ധൈര്യപ്പെടുത്തുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. പല സാഹചര്യ ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളും ശബ്ദങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്താറുള്ള എൻ്റെ ഭാര്യ എന്നെ പല കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന ഉയർച്ചയും പല വിധത്തിലുള്ളതായിരിക്കുന്ന വിശാലതയും കാണുവാൻ കഴിഞ്ഞ കാലം ദൈവം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ദാസ, കുടുംബത്തിനായ ദൈവത്തിൻ്റെ മകനെ, ഭാര്യയെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ധൈര്യം ഭാര്യ ഭർത്താവിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഭർത്താവ് ഭാര്യയെ ധൈര്യപ്പെടുത്തണം. അന്യോന്യം കൈത്താങ്ങൾ കൊടുത്തിട്ട് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശുശ്രൂഷകളിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞങ്ങളുടെ കൂടെ ഞാൻ ഇന്ന് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന രണ്ട് പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പേര് ടീം എന്നും റോണ്ട എന്നുമാണ്. അവർ അന്യോന്യം കാര്യങ്ങൾ ധൈര്യപ്പെടുത്തുന്നവരാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന മുഖാന്തരമായി അവരുടെ സ്റ്റുഡിയോയുടെ വർക്കുകൾ ഭംഗിയായി നടക്കുന്നു. അവരോട് കൂടെ സഹകരിക്കുന്നതായ പ്രിയപ്പെട്ടവർ ധൈര്യപ്പെടുന്നു. അവിടേതായിരിക്കുന്ന കുടുംബജീവിതം വളരെ എല്ലാവർക്കും ഒരു നല്ല എക്സാമ്പിളായിട്ടുള്ളതായിരിക്കുന്ന കുടുംബമാണ്. അവർ അന്യോന്യം ധൈര്യപ്പെടുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യോന്യം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ നാം അന്യോന്യം കടപ്പെട്ടവരാണ്. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് അവസാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മിങ്ങനെ വായിക്കുന്നു, അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നാണ് പലരും പറയുന്നത്. ലോകത്തിലെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ വീഴ്ചയാണ്. മനുഷ്യൻ്റെ വീഴ്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സ്ത്രീയിൽ കൂടിയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പിന്നിൽ സ്ത്രീക്കൊരു സ്ഥാനമുണ്ട്. ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ പിന്നിൽ സ്ത്രീക്കൊരു സ്ഥാനമുണ്ട്. കുഞ്ഞുങ്ങളുടെ ഉയർച്ചയുടെ മുന്നിൽ സ്ത്രീക്കൊരു സ്ഥാനമുണ്ട്. നമ്മുടെ ഉയർച്ചയുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ സ്ത്രീകൾക്ക് അതിമഹത്തായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട്. സ്ത്രീയുടെ സദാ ആചാരത്തിൽ വിശ്വസിക്കുകയാണ് സൗഭാഗ്യ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. സ്ത്രീയുടെ സദാ ആചാരത്തിൽ വിശ്വസിക്കുകയാണ് സൗഭാഗ്യ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. സൗന്ദര്യം സ്ത്രീയെ ഗർവിയാക്കുന്നു. സദാചാരം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നു. വിനയം അവരെ ആത്മീയരാക്കി തീർക്കുന്നു. അതാണ് പല ആൾക്കാരും പറയാറുള്ളത്. ഞാൻ പറഞ്ഞ താല്പര്യം, സ്ത്രീകൾ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഭാര്യഭർത്ത ജീവിതത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും സ്ത്രീകൾക്ക് വലിയ 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 സ്ഥാനമുണ്ട്. വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പൗലോസിനോടുകൂടി അധ്വാനിച്ചവർ, അങ്ങനെ പഴയ നിയമത്തിൽ അനേക ആളുകൾ, മോശയോടുകൊണ്ടായിരുന്ന അനേകർ ഈ ശുശ്രൂഷകളിൽ ധൈര്യത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? ഭാര്യ ആഗ്രഹിക്കുന്ന എപ്പോഴും ആ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നതായിരിക്കണം. മറ്റുള്ള മുൻപിലും കുടുംബക്കാരുടെ മുൻപിലും അവളെ അഭിനന്ദിക്കുന്നവളായിരിക്കണം. അവൾക്ക് വേണ്ടി കരുതുന്നവളായിരിക്കണം. അവൾക്ക് ചാരുവാനായിട്ട് ആശ്രയിക്കേണ്ട പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഭർത്താവും ഭാര്യയെക്കുറിച്ച്, ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവൾക്ക് വേണ്ടി കരുതുകയും മറ്റുള്ള മുൻപിലും കുടുംബക്കാരുടെ മുമ്പിലും അവളെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭർത്താവിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടേതായിരിക്കുന്ന കുടുംബജീവിതത്തിൽ, ഭർത്തൃ ഭാര്യ ബന്ധത്തിൽ നിങ്ങളുടേതായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ അനുഭവം എങ്ങനെയെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെതായിരിക്കുന്ന പദ്ധതിയാണ് നിങ്ങളുടെ കുടുംബം. ഞാൻ ആദ്യം നിങ്ങൾ ഓർപ്പിച്ചുവല്ലോ, ഭാര്യ ഭർത്താവിൻ്റെതായിരിക്കുന്ന ജീവിതം സഭയ്ക്ക് അനുഗ്രഹം, ദേശത്തിന് അനുഗ്രഹം, സംസ്കാരത്തിൻ്റെതായ ഉയർച്ച, കണ്ടുപിടുത്തത്തിൻ്റെതായ ഉയർച്ച,
ഇതെല്ലാം കുടുംബ ജീവിതത്തിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന സ്വാധീനവും വിലയുമാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിലും ഒരു സമ്പന്നമായ കുടുംബജീവിതത്തിന് ഉടമയാക്കി ദൈവം നിങ്ങളെ തീർക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലയിൽ ദൈവങ്ങളെ വ്യാപ്തമായ നിലയിൽ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുടുംബമായി താമസിക്കുന്നിടത്ത് അനേകരെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മധ്യത്തിലുള്ളതായ സന്തോഷവും സ്നേഹവും അനുഗ്രഹവും അഭിഷേകവും അവർ പകർന്നെടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നത്തോടെ ചേർന്ന് നിൽക്കുന്നതാണോ? നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആത്മാവ് തുടർമാനമായി വസിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബം ലോകത്തിലെ ഏറ്റവും വലിയ പാഠശാലയായി നീതിയും സ്വഭാവ രൂപീകരണവും മറ്റുള്ള ഇടപെടുവാനായിട്ടുള്ളതായ മനോഭാവവും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നിങ്ങളവരെ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരു കുടുംബമാണോ എന്ന് ഇന്ന് നിങ്ങളൊരു പ്രാവശ്യം കൂടെ ചിന്തിക്കൂ. നിങ്ങളൊരു പ്രാവശ്യം കൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കൂ. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നതായ ഈ ദൈവവചന പഠനം മുഖാന്തരമായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ രൂപാന്തരം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് വെറുതെയല്ല ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഈ ദൈവവചനത്തിൻ്റെ പഠനമായി കടന്നു വരുന്നത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ കടന്നു വരുന്നു. നിങ്ങൾ കുടുംബമായിരുന്ന് പിന്നെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവരെ ഇതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ സഭയുടെ അനുഗ്രഹം, നിങ്ങളുടെ ദേശത്തിൻ്റെ അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നം. ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടേതായിരിക്കുന്ന കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നത്തോടെ അനുകൂലപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം ഈ പഠനം മുഖാന്തരമായി നിങ്ങളെ സഹായിക്കട്ടെ, ഉത്സാഹിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഈ പഠനം മുഖാന്തരമായി നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ ദൈവിക സ്നേഹത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും അനുഭവം നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിലേക്ക് ദൈവം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പഠനം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോട് പോവുകയാണ്. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ദൈവമേ, യേശുവേ, ഈ കുടുംബത്തെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അവർ നിന്നെ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്വപ്നത്തിന് അനുസരണമായ ഒരു കുടുംബമായി ഇവരുടെ കുടുംബം തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രത്യേകമായ അനുഭവത്തിനായി ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. God bless you and God bless you and God bless you.